Welcome to Kiddo Heaven. Hi children, how are you? I hope you all are fine. Okay, till now we have learned the numbers from 1 to 10. നമ്മളിപ്പോ 1 to 10 വരെ numbers പഠിച്ചു അല്ലേ? So, let's revise it together. Come on children, count with me. നമുക്ക് 1 to 10 വരെ ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കിയാലോ? എൻ്റെ കൂടെ നിങ്ങളും കൗണ്ട് ചെയ്യണേ. 1 2 3 4 5 6 7 8 9 10. Very good. All of you listen. Look at the board and say the numbers from 1 to 10. Are you ready? Okay. 1 2 3 4 5 6 7 8 9 10. Okay. Which number comes after 10? 10 കഴിഞ്ഞാൽ ഏത് നമ്പർ ആണെന്നറിയോ? Today we are going to learn the number of 11. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്പർ 10 കഴിഞ്ഞിട്ട് വരുന്ന നെക്സ്റ്റ് നമ്പർ ആയിട്ടുള്ള 11 എന്ന് പറഞ്ഞേ 11 ഒന്നുകൂടെ പറഞ്ഞേ 11. ഓക്കേ, നിങ്ങൾക്ക് എല്ലാവർക്കും 1 to 10 വരെ എഴുതാൻ അറിയൂലേ? ഓക്കേ, എല്ലാവർക്കും നമ്പർ 1 to 10 വരെ എഴുതാൻ അറിയാലേ? വെരി ഗുഡ്. നമുക്കെന്നാ നമ്പർ 11 എങ്ങനെ എഴുതാൻ നോക്കിയാലോ? സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എഴുതാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. ഓക്കേ, write number 1. Again, write number 1 to make the number 11. Okay. Write number 1. Again, write number 1 to make the number 11. Okay. Write number 1. Again, write number 1 to make the number 11. Okay. മനസ്സിലായില്ലേ? നമ്പർ 11 എങ്ങനെ എഴുതാ? Draw a standing line down. ആദ്യം ഒരു സ്റ്റാൻഡിങ് ലൈൻ വരയ്ക്കുക, എന്നിട്ട് അതിന്റെ തൊട്ടടുത്ത് വേറൊരു സ്റ്റാൻഡിങ് ലൈൻ കൂടി വരച്ചാൽ എന്തായി? നമ്പർ 11. നിങ്ങൾക്ക് എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് നിങ്ങൾ സ്ലേറ്റിൽ എഴുതിക്കൂടെ? ഇനി ഞാൻ ഇവിടെ ബോർഡിൽ കുറച്ച് പിക്ചേഴ്സ് വരയ്ക്കും. നിങ്ങൾ അത് കൗണ്ട് ചെയ്തിട്ട് അതിന്റെ കൗണ്ടിങ് നമ്പർ എനിക്ക് പറഞ്ഞു തരണം. ഓക്കേ, all of you listen. What is this? ഇതെന്താണ്? Cats. Very good. ഇതെന്താണ്? Cats ആണ് അല്ലേ? ഞാൻ ഇവിടെ ഒരുപാട് cats വരച്ചിട്ടുണ്ട്. ഇതെന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? Count and write the number in the box. ഈ cats കൗണ്ട് ചെയ്തിട്ട് നമ്മൾ അതിന്റെ കൗണ്ടിങ് നമ്പർ ഈ താഴെയുള്ള ബോക്സിൽ എഴുതി കൊടുക്കണം. നമുക്ക് എന്നാ ഈ cats ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കിയാലോ? ഓക്കേ, 1 2 3 4 5 6 7 8 9 10 11 cats ഉണ്ട് അല്ലേ? അപ്പൊ താഴെയുള്ള ബോക്സിൽ ഏത് നമ്പർ എഴുതേണ്ടത്? ഓക്കെ, 11 എങ്ങനെ എഴുതാം? പറയൂ. Write number 1. Again, write number 1 to make the number 11. ഓക്കെ, അപ്പൊ നിങ്ങൾ നന്നായിട്ട് കൗണ്ട് ചെയ്യാൻ പഠിച്ചു വെക്കാം. ഓക്കെ, ഇനി എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. അതിൽ പേജ് നമ്പർ 27 കണ്ടോ? ഏത് നമ്പറാ? നമ്പർ 11. ഓക്കെ, ഇവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്? ക്യാൻഡീസ് കൊടുത്തിട്ടുണ്ട്. ഈ ക്യാൻഡീസ് ഒന്ന് നിങ്ങൾ കൗണ്ട് ചെയ്തേ. കൗണ്ട് ചെയ്യുമ്പോൾ ഫിംഗർ ഈ പിക്ചറിൽ ടച്ച് ചെയ്തിട്ട് വേണം കൗണ്ട് ചെയ്യാൻ. ഓക്കെ, 1 2 3 4 5 6 7 8 9 10 11 ക്യാൻഡീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, താഴെ കോളംസ് കൊടുത്തിട്ടുണ്ട്. അതിൽ എന്ത് എഴുതണം? നമ്പർ 11. നമ്പർ 11 എങ്ങനെ എഴുതാ? Draw a standing line down. Again, draw a standing line down to make the number 11. അപ്പോൾ നിങ്ങൾ അതുപോലെ കോളംസിലെ മുഴുവനും നമ്പർ 11 നല്ല വൃത്തിയായിട്ട് എഴുതാം. ഓക്കെ, പിന്നെ ഇവിടെ താഴെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. എന്താണെന്നറിയോ? Count and write the number in the box.
ഈ പിക്ചർ കൗണ്ട് ചെയ്തിട്ട് അതിന്റെ കൗണ്ടിങ് നമ്പർ ഈ ബോക്സിൽ എഴുതാനാണ് പറയുന്നത്. വാട്ട് ഈസ് ദിസ്? ഫിഷസ്. ഓക്കെ, ഈ ഫിഷസ് നമുക്കൊന്ന് കൗണ്ട് ചെയ്ത് നോക്കിയാലോ. 1 കൗണ്ട് ചെയ്യുമ്പോൾ ഫിംഗർ പിക്ചറിൽ ടച്ച് ചെയ്തിട്ട് വേണം കൗണ്ട് ചെയ്യാൻ. ഓക്കെ, 1 2 3 4 5 6 7 8 9 10 11 ഫിഷസ് ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ ഈ കോളത്തിൽ എന്ത് എഴുതാ? 11. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് എന്ത് പഠിച്ചു? നമ്പർ 11. നമ്പർ 11 എങ്ങനെ എഴുതാ? ഡ്രോ എ സ്റ്റാൻഡിങ് ലൈൻ ഡൗൺ അഗെയിൻ. ഡ്രോ എ സ്റ്റാൻഡിങ് ലൈൻ ഡൗൺ ടു മേക്ക് ദ നമ്പർ 11. ഓക്കെ, എങ്ങനെ എഴുതാ? ഡ്രോ എ സ്റ്റാൻഡിങ് ലൈൻ ഡൗൺ അഗെയിൻ. ഡ്രോ എ സ്റ്റാൻഡിങ് ലൈൻ ഡൗൺ ടു മേക്ക് ദ നമ്പർ 11. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും സ്ലേറ്റ് എടുത്തിട്ട് അതിലെ നമ്പർ 11 എഴുതി പഠിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. Like and subscribe.